തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. കോൺഗ്രസുമായി ദീർഘകാലമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK ഇപ്പോൾ പുതിയ രാഷ്ട്രീയ വഴിയിലേക്കാണ് നീങ്ങുന്നത് എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. അടുത്തിടെ തമിഴ്നാട്ടിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പിന്നാലെ പാർലമെന്റിൽ DMK സ്വീകരിച്ച നിലപാടാണ് ഈ ചർച്ചകൾക്ക് കാരണമാകുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട DMK പിന്നീട് കോൺഗ്രസ് നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ തമിഴക വെട്രി കഴകം പാർട്ടിയുമായി രാഷ്ട്രീയ സഹകരണം ആരംഭിച്ചതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള വിശ്വാസത്തിൽ വിള്ളൽ വീണുവെന്ന വിലയിരുത്തലുകൾ ശക്തമായി. ഈ രാഷ്ട്രീയ അകലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങുമോ അതോ ദേശീയ തലത്തിലും പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ആദ്യ സൂചനകളാണ് ഇപ്പോൾ പാർലമെന്റിൽ നിന്ന് ലഭിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി സഭ ബഹിഷ്കരിക്കാനും ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷികളും തീരുമാനിച്ചു. എന്നാൽ DMK ആ തീരുമാനത്തോടൊപ്പം പോയില്ല. സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് പകരം ചർച്ചയിൽ തുടരാനാണ് DMK തീരുമാനിച്ചത്. സ്വന്തം നിലപാട് സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി വ്യത്യസ്തമായ രാഷ്ട്രീയ സന്ദേശം നൽകിയത്. ഇത് ഒരു ദിവസം മാത്രം എടുത്ത തീരുമാനമല്ലെന്നും ഇനി മുതൽ ഓരോ വിഷയവും പ്രത്യേകം വിലയിരുത്തി മാത്രമേ DMK നിലപാട് സ്വീകരിക്കൂ എന്ന സൂചനയാണിതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കോൺഗ്രസ് സ്വീകരിക്കുന്ന എല്ലാ പ്രതിഷേധങ്ങളിലും ഇനി യാന്ത്രികമായി പങ്കെടുക്കുന്നില്ലെന്നാണ് DMK വ്യക്തമാക്കുന്നത്. ഓരോ വിഷയത്തിന്റെയും സ്വഭാവം, തമിഴ്നാടിന്റെ താൽപര്യം, സ്വന്തം രാഷ്ട്രീയ കണക്കുകൂട്ടൽ എന്നിവ പരിഗണിച്ച ശേഷമാകും തീരുമാനമെന്നാണ് പാർട്ടിയുടെ പുതിയ സമീപനം. അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ സ്വതന്ത്ര വ്യക്തിത്വം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് DMK ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ചോദ്യപേപ്പർ ചോർച്ച ചർച്ചയ്ക്കിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് വിമർശിച്ചു. എന്നാൽ DMKയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ച ലോക്സഭാംഗം ദയാനിധി മാരൻ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും ഭരണപരമായ വീഴ്ചകളെയും വിമർശിച്ചുവെങ്കിലും അമിത്ഷായെ വ്യക്തിപരമായി ലക്ഷ്യമാക്കിയില്ല. ഇതും DMKയുടെ പുതിയ രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമായാണ് വിലയിരുത്തുന്നത്. മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പമുള്ള ഇരിപ്പിട ക്രമീകരണം മാറ്റണമെന്നാവശ്യപ്പെട്ട് DMK ലോക്സഭാ സെക്രട്ടേറിയറ്റിന് ഔദ്യോഗികമായി കത്ത് നൽകിയിരുന്നു. ആ അഭ്യർത്ഥന അംഗീകരിച്ചതോടെ DMK അംഗങ്ങൾക്ക് പ്രത്യേക ഇരിപ്പിട ക്രമീകരണം അനുവദിക്കുകയും ചെയ്തു. പാർലമെന്റിനുള്ളിലും കോൺഗ്രസിൽ നിന്ന് രാഷ്ട്രീയ അകലം പാലിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നതിന്റെ വ്യക്തമായ സൂചനയായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷികളിലൊന്നാണ് DMK. അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന പ്രധാന ബില്ലുകളിലും നിർണായക ചർച്ചകളിലും DMK സ്വീകരിക്കുന്ന ഓരോ നിലപാടും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷം ഒന്നടങ്കം സ്വീകരിക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് DMK ആവർത്തിച്ചാൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തന രീതിയിലും പ്രതിപക്ഷ ഏകോപനത്തിലും പുതിയ മാറ്റങ്ങൾ വന്നേക്കാം. തമിഴ്നാട്ടിൽ തുടങ്ങിയ ഈ രാഷ്ട്രീയ അകലം ദേശീയ രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമോ? കോൺഗ്രസിൽ നിന്ന് കൂടുതൽ അകന്ന് DMK പൂർണ്ണമായും സ്വതന്ത്ര രാഷ്ട്രീയ പാത തിരഞ്ഞെടുക്കുമോ? അതോ വിഷയാധിഷ്ഠിത സഹകരണം മാത്രമാകും ഇനി തുടരുക? വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനങ്ങളും പ്രധാന നിയമനിർമ്മാണ ചർച്ചകളും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വ്യക്തമാക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.